നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മൾ സിനിമക്ക് മുമ്പേ പ്ലാനിങ്ങുകളിൽ സെറ്റിട്ട് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് അമ്പലത്തിൽ കയറിയ ഒരു പ്രതീതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ ചെരുപ്പൊക്കെ കഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ നടക്കും. നമ്മൾ പറയാം അതൊന്നും കുഴപ്പമില്ല. ഇതിപ്പോ 4 കോടി വേണ്ടി വന്നു ആ ഒരു സെറ്റ് നിർമ്മിക്കാൻ എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ ഒരു പൈസക്ക് നമുക്കൊരു സിനിമ എടുക്കാം. അപ്പോൾ പ്രൊഡ്യൂസറോട് പോയിട്ട് 4 കോടിയുടെ ഒരു സെറ്റ് നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിർമ്മിക്കാൻ പോവുകയാണ് എന്ന് പറയുകയും ഈ മിനിയേച്ചർ ഉണ്ടാക്കിയിട്ട് ആദ്യം കാണിച്ചപ്പോൾ അവർ അത് വേണോ ഇത് വേണോ അതൊക്കെ ഓരോ സാധനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ആവശ്യമുള്ളത് ചെയ്താൽ മതിയല്ലോ. ഇതൊക്കെ വേണം. നമ്മളെ പൂജ തുടങ്ങിയത് പോലും അവിടെ നിന്നാണ്, അമ്പലം നടയിൽ നിന്നാണ് ഫസ്റ്റ് പടത്തിൻ്റെ പൂജ നടന്നത്. അപ്പം അന്ന് നമ്മളെ പ്രൊഡ്യൂസർ ആയാലും സുപ്രീം ആയാലും ബാക്കി സാരഥി ചേട്ടൻ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് അറിയാം ഇതിൻ്റെ വലിപ്പം എന്നുള്ളത് എന്തായാലും അറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പരിപാടി പിടിക്കേണ്ടതാണ്, നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ ചില ദിവസമൊക്കെ ചീത്ത വിളിക്കും, എന്തിനാ ഇത്ര ഇത് ഒറിജിനലാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ അവരും അറിയുന്നുണ്ടാവുമല്ലോ. ഫാലിമി ചേട്ടൻ്റെ പടമായിരുന്നു. അതിലും ഇതുപോലെ എന്തെങ്കിലും ട്രിക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ? മുഴുവനും വാരണാസി തന്നെ ആയിരുന്നോ? അല്ല, വാരണാസിയിലല്ല. അതിൽ ജഗദീഷ് ചേട്ടൻ്റെ ഒരു മുട്ടയടിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പം നമസ്കാരം, പ്രൊഡക്ഷൻ ഡിസൈനർ സുനിൽകുമാറിനാണ് കൂടെയുള്ളത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. അതുപോലെ തന്നെ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ആ ഒരു സെറ്റിൽ ആളുകൾ ശരിക്കും ഗുരുവായൂരാണെന്ന് കരുതി കാണിക്കൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ലേഡി പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആളുകളൊക്കെ ആ സമയത്തും ഇത് ഒറിജിനൽ ആണ് എന്ന് കരുതി അവരുടെ ആഗ്രഹങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ചില ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവരും ഇത് കാണുമ്പോൾ ആ ഒരു ഭക്തി മനസ്സിൽ വന്നിട്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. പോയവരുണ്ടാകാം. അവിടെ എനിക്ക് തോന്നുന്നു ഗുരുവായൂരുള്ള കുറേ ആൾക്കാർ തന്നെ ഞങ്ങളെ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അവരും പലപ്പോഴും കാണുന്ന സമയത്തൊക്കെ എന്നോട് പറയും, അയ്യോ ഗുരുവായൂർ അമ്പലം അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ഈ ആളുകൾ മാത്രമല്ല, നിങ്ങൾ ആ ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് തുടങ്ങുമ്പോഴൊക്കെ അവിടെ പ്രാർത്ഥനയൊക്കെ നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ശരിയാണോ അത്? അങ്ങനെയല്ല, അതിപ്പോൾ അവിടെ ജൂനിയർ ആർട്ടിസ്റ്റുമാരായിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നമ്മൾ സിനിമക്ക് മുമ്പേ പ്ലാനിങ്ങുകളിൽ സെറ്റിട്ട് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പുതിയതായിട്ട് വരുന്നവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് അമ്പലത്തിൽ കയറിയ ഒരു പ്രതീതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർ ചെരുപ്പൊക്കെ കഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ നടക്കും. നമ്മൾ പറയാം അതൊന്നും കുഴപ്പമില്ല. പിന്നെ ചില സീനുകളിലൊക്കെ ചെരുപ്പില്ലാണ്ട് അഭിനയിക്കേണ്ട ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ നേരെ മുന്നിലുള്ള ആ ഏരിയയിലൊക്കെ ചെരുപ്പ് വേണം, അപ്പോൾ അഴിച്ചു വെക്കാനൊക്കെ പറയും. എല്ലാവരും ചെരുപ്പ് ഇടണ്ടെന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ആൾക്കാർക്ക് ഒരു ശരിയൊരു ഭക്തിയൊക്കെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അവിടെ. ഇത് ശരിക്കും ഗുരുവായൂർ അമ്പലത്തിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെയായിരുന്നു അത്. ഇത്രയും ഗുരുവായൂർ അമ്പലം മനസ്സിൽ എങ്ങനെയാണ് പതിഞ്ഞത്? മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഉണ്ട്. വിളക്ക്, ഓഡിറ്റോറിയം എല്ലാം തന്നെ കൃത്യമായ രീതിയിൽ അതേ അളവിൽ വെച്ച പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത്ര കൃത്യമായി ഇത് മനസ്സിൽ പതിഞ്ഞത്? ഇതിന്റെ ഫസ്റ്റ് ഷെഡ്യൂള് നമുക്ക് അവിടെ തന്നെയായിരുന്നു, അമ്പലത്തിന്റെ പരിസരത്തുള്ള. ഇപ്പം ബേസിലിന്റെ വീട്, അനശ്വരൻ്റെ വീട്, അങ്ങനെയൊക്കെ കുറച്ച് അതൊക്കെ നമ്മൾ അതിൻ്റെ പരിസരത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം നമുക്ക് പാക്കപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടി ഒന്നുമില്ല. റൂമിൽ പോയിരിക്കുന്ന അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ റൂമുകളൊക്കെ നമുക്ക് എല്ലാവർക്കും. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടും എല്ലാം അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ എനിക്ക് എൻ്റെ ഇതിൽ എനിക്കിതൊന്ന് സെറ്റ് ചെയ്യാനുള്ള സാധനമാണെന്ന് എനിക്കറിയാലോ. അപ്പോൾ അതിൻ്റെ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കും. ഓരോ സ്ഥലം അതിൻ്റെ തുലാഭാരത്തിൻ്റെ ത്രാസ് അതൊക്കെ ഉണ്ടല്ലോ, തുലാഭാരത്തിൻ്റെ അതൊക്കെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് മേക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ വിളക്കിൻ്റെയൊക്കെ അളവ് നമ്മൾ നോക്കിയിട്ട് അവിടെ പോയിട്ട് വിളക്കിൽ പിടിച്ചിട്ട് അളവ് എടുക്കാനും പറ്റില്ല. അങ്ങോട്ട് കടത്തി വിടില്ല. അപ്പോൾ കടത്തി വിടുന്നത് അപ്പുറത്ത് ഉള്ളിലോട്ട് പോകാം. ഇല്ല കാശ് 1000 രൂപ കൊടുത്തിട്ട് അങ്ങനെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് തോന്നുന്നല്ലേ, അങ്ങനെയൊക്കെ ആ കയറലും തോന്നും. അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. എത്ര ദിവസം കണ്ടു കാണും ഗുരുവായൂർ ഈ ഒരു സെറ്റിന് വേണ്ടിയിട്ട്? ഞാൻ ഒരു ദിവസം ചില ദിവസം 3 പ്രാവശ്യമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഒരു ദിവസം അങ്ങനെയൊക്കെ പോകാറുണ്ട് ചില ദിവസം. കാരണം ചിലത് കൺഫ്യൂഷൻ അയ്യോ അതിൻ്റെത് എടുത്തില്ലല്ലോ, ആ ഒരു ഭാഗം നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റാവില്ല, അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും പോകും. അപ്പോൾ വെറുതെ ഫോട്ടോ എടുത്തോണ്ട് കാര്യമില്ല. ചിലത് ക്ലിയർ കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും അവിടെ പോയി അതിൻ്റെ ഏകദേശം അളവ് ഇത്രയും ഉണ്ടാവും. അത് ഒന്നിൻ്റെ അളവ് കിട്ടിയാലേ മറ്റേതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അളവ് കിട്ടണം. കാരണം എല്ലാം കണക്ഷനുള്ള പരിപാടികളാണ്. അപ്പോൾ ഈ വിളക്കൊക്കെ മുന്നിലെ കാൽവിളക്ക് അതൊക്കെ എങ്ങനെയായിരുന്നു നിർമ്മിച്ചിട്ടുണ്ട്? അതൊക്കെ ഫൈബറിലാണ് ചെയ്തത്. അപ്പോൾ
കത്തിക്കേണ്ട വന്നില്ല, പകല് അങ്ങനെ കത്തിക്കാറില്ല, നമ്മൾ കഥ നടക്കുന്നതും പകലാണ്, അതുകൊണ്ട് കത്തിക്കേണ്ട ആവശ്യമില്ല, ആ രീതിക്ക് ചെയ്തത്. ആ അത് ഈ ചോദിക്കാൻ കാരണം ഈ 360 ഡിഗ്രിയിൽ കറങ്ങി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും എന്തായാലും അത്രയും ശ്രദ്ധിക്കേണ്ടി വരും. കാരണം ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് ആളുകൾക്ക് പെട്ടെന്ന് ആക്സസ് ഉള്ള ഒരു അമ്പലം കൂടിയാണ്, അധികം ആളുകൾ കണ്ടിട്ടുള്ള അമ്പലം കൂടിയാണ്. അപ്പൊ അത്തരത്തിലൊരു സാധനം നിർമ്മിക്കുമ്പോൾ ഈ 360 ഡിഗ്രി ഒക്കെ എടുക്കുമ്പോൾ അത്രയും സൂക്ഷ്മത ആവശ്യമില്ലേ? തീർച്ചയായിട്ടും. അത് കാരണം നമ്മൾ വിപിൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇത്രയും നമുക്ക് വരും. കാരണം നമ്മൾ അതിനൊരു മിനിയേച്ചറൊക്കെ ഉണ്ടാക്കി ആദ്യം. അപ്പോൾ മിനിയേച്ചർ ഉണ്ടാക്കുമ്പോൾ ഇന്ന് ഇത് വേണം, അതിൻ്റെ നടപ്പന്തൽ, പിന്നെ ക്യൂ സെൻറ്റർ, അതുപോലെ ഈ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം, അതുപോലെ അങ്ങോട്ടുള്ള കടകൾ, ഇതൊക്കെ വേണം. നമ്മളെ പൂജ തുടങ്ങിയത് പോലും അവിടെ നിന്നാണ്, അമ്പലം നടയിൽ നിന്നാണ് ഫസ്റ്റ് പടത്തിൻ്റെ പൂജ നടന്നത്. അപ്പോൾ അന്ന് നമ്മളെ പ്രൊഡ്യൂസർ ആയാലും സുപ്രീം ആയാലും ബാക്കി സാരഥി ചേർന്ന എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് അറിയാം ഇതിൻ്റെ വലിപ്പം എന്നുള്ളത് എന്തായാലും അറിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പരിപാടി പിടിക്കേണ്ടതാണ്, നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അവർ ഓക്കെ പറഞ്ഞു, ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഈ മിനിയേച്ചർ ഉണ്ടാക്കിയിട്ട് ആദ്യം കാണിച്ചപ്പോൾ അവർ അത് വേണോ ഇത് വേണോ അതൊക്കെ ഓരോ സാധനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ആവശ്യമുള്ളത് ചെയ്താൽ മതിയല്ലോ. പക്ഷെ ഡയറക്ടർ പറഞ്ഞു ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ക്യാമറ നോക്കുമ്പോൾ അത് കാണൂലേ, അപ്പോൾ പിന്നെ അത് ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ പുറത്തോട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് CG ചെയ്യേണ്ടതായിരുന്നു. കാരണം മരങ്ങളും അതുപോലെ ആനേനെ കെട്ടുന്ന സ്ഥലങ്ങൾ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതുപോലെ കടകൾ നമുക്ക് അത്രയും ദൂരത്തിട്ടില്ല, നമ്മളൊരു 8 കടകൾ വരെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുന്ന് നോക്കി കാണുന്ന, പിന്നെ ആ ഏരിയയിൽ നമുക്ക് അധികം ഷൂട്ട് ഉണ്ടായില്ല. കൂടുതലും നമ്മൾ ഈ കല്യാണ പരിപാടി നടക്കുന്ന ഈ മണ്ഡപത്തിനും അമ്പലത്തിൻ്റെ മുന്നിലായിട്ടുള്ളതാണ്. അപ്പൊ അത്രയും ആവശ്യം ഉണ്ടായിട്ടുള്ളൂ. ഇതിപ്പോ 4 കോടി വേണ്ടി വന്നു ആ ഒരു സെറ്റ് നിർമ്മിക്കാൻ എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ ഒരു പൈസക്ക് നമുക്കൊരു സിനിമ എടുക്കാം. അപ്പോൾ പ്രൊഡ്യൂസറോട് പോയിട്ട് 4 കോടിയുടെ ഒരു സെറ്റ് നമ്മൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിർമ്മിക്കാൻ പോവുകയാണ് എന്ന് പറയുകയും സുപ്രി എങ്ങനെയാണ് ഇതിനോട് കൺവിൻസ് ചെയ്ത് എടുപ്പിച്ചത് എങ്ങനെയാണ്? അത് ഒന്നാമത് നമുക്ക് ഇതില് 2 കാര്യം, 3 കാര്യമുണ്ട്. ഒന്ന് വിപിൻ ദാസ് എന്നുള്ള ഒരു ഡയറക്ടറുടെ ഒരു പടം, ജയ ജയ ഹേ എന്ന് പറഞ്ഞൊരു പടം ഹിറ്റായി ഉള്ള ഒരു ഇതുണ്ട്. പിന്നെ പൃഥ്വിരാജ്, ബേസിലി, ഈ 3 പേരാണ് ഇതിലെ പ്രധാന ഘടകങ്ങൾ. അങ്ങനെ ഒരു സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ അവരെ വെച്ചിട്ടൊരു പടം ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഒരു, പിന്നെ ഇതിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ അമ്പലം തന്നെയാണ്. അതില്ലാണ്ട് അവിടെ ഈ ഒരു കഥയും ഇല്ല, ഷൂട്ട് നടക്കൂല. സിനിമ എന്ന് പറയുന്നത് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യമൊക്കെ അമ്പലത്തിൽ ഷൂട്ട് ചെയ്താലോന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്തായാലും പോസിബിൾ അല്ല. അപ്പോൾ ആ പെർമിഷൻ എടുത്തു തന്നാലും ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ ചിലപ്പോൾ കിട്ടുമായിരിക്കും. 21 ദിവസം ഇത്രയും ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് എന്തായാലും സെറ്റിലേക്ക് പോയേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് കൂടുതൽ നമ്മളെ കൂടെ സാരഥി ചേട്ടനാണ് ഉണ്ടായിരുന്നത്. അവരാണ് ഒരു കോ പ്രൊഡ്യൂസർ, അവരാണല്ലോ. അപ്പോൾ സാരഥി ചേട്ടനാണ് കൂടുതൽ സെറ്റിൽ ഉണ്ടായിരുന്നത്. സുപ്രീം മാഡം എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം വന്നിട്ട് പോയതേ ഉള്ളൂ. പിന്നെ ഞാൻ സെറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് വന്നത്. അപ്പോൾ സാരഥി ചേട്ടനായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കുക. അപ്പോൾ എന്നെ ചില ദിവസമൊക്കെ ചീത്ത വിളിക്കും, എന്തിനാ ഇത്ര ഇത് ഒറിജിനലാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പൊ അവരും അറിയുന്നുണ്ടാവുമല്ലോ, സുപ്രീം മാഡം വന്നിട്ടില്ലെങ്കിലും ഇപ്പൊ അവര് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ. എന്തായാലും ഇത്രയാന്ന് ഇവൻ പറയുന്നത് എന്നൊക്കെ അങ്ങോട്ട്. എന്തായാലും ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവില്ലേ, ഇത് നിർമ്മിക്കാൻ 4 കോടി തന്നെ ആവശ്യം ഉണ്ടാകുമോ എന്നുള്ളത്? 4 കോടി എന്തായാലും ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, ഞാൻ അതിന്റെ തുടക്കം മുതൽ, അതായത് നമ്മൾ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല. ഒരു സ്ഥലത്ത് പോയിട്ട് കുഴി മാന്തി അതിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഓരോ പില്ലറുകൾ നിർത്തണം, അതിന്റെ പണിക്കൂലി, ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം, ഫുഡ് കൊടുക്കണം, പിന്നെ അവർക്കുള്ള വാഹനങ്ങൾ. ഞാൻ 150 പേരോളം വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പോൾ 150 പേർക്കും ഒരു ദിവസത്തെ റൂം റെന്റ് വെച്ചിട്ട് കൂട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു വലിയ പൈസയായി. അപ്പോൾ അതൊക്കെ ഞാനൊരു കണക്ക് കൂട്ടലാണേ. ആ കണക്ക് കൂട്ടൽ അവർക്ക് ഇത്ര ഏകദേശം ആവും എന്ന് പറഞ്ഞു കൊടുത്തു എന്നുള്ളൂ. ബാക്കി കണക്കും കാര്യങ്ങളൊക്കെ അവരാണ് സൂക്ഷിക്കുന്നത്. നമ്മൾ അതിൽ ഇപ്പം 4 കോടി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കുറച്ചിട്ട് ചെയ്യാവുന്ന അങ്ങനെയാണ് നോക്കുന്നത്. 4 കോടിയോ അത്രനായി എന്നൊന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ അതിൽ കൂടിയതൊന്നും പറയാൻ പറ്റില്ല. കാരണം കണക്കും കാര്യങ്ങളൊക്കെ അവരല്ലേ നോക്കുന്നത്. അതുപോലെ ഈ ഗുരുവായൂര് അമ്പലത്തിലെ പൂജാരി തന്നെയാണ് അവിടെ ഈ കല്യാണത്തിന്റെ കാർമ്മികത്തിന് വന്നത് കേട്ടിട്ടുണ്ട്. അവരെന്നെയായിരുന്നോ? കല്യാണത്തിന്റെ അവിടെ ഒരു മണ്ഡപത്തിൽ ഒരാളുണ്ടാവും എല്ലാ സമയത്തും, ഇപ്പം പോയാലും ഉണ്ടാവും. ആ ആളെ നമ്മൾ അഭിനയിക്കാൻ വേണ്ടി വിളിക്കാം. പുള്ളിക്ക് ഇച്ചിരി ക്രൈസുള്ള കൂട്ടത്തിലാണ് അഭിനയിക്കാനൊക്കെ. ആള് വേറെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. അത്ര അമ്പലം
ശയന പ്രദക്ഷിണം നടത്താന്നൊക്കെ പറഞ്ഞിട്ടൊരു പരിപാടിയൊക്കെ ഉണ്ട് പുള്ളിക്ക്. അപ്പോൾ ഇപ്പോൾ എത്ര 15 ചെയ്തു അമ്പലത്തിൽ. അപ്പോൾ ആ ഒരു വ്യക്തി അവിടെ അമ്പലത്തിലുണ്ടായിരുന്നു. പുള്ളിയാ തന്നെ നമ്മളെ സെറ്റിലും അഭിനയിക്കാൻ വന്നത്. നമ്മുടെ നാട്ടുകാരാണ്, കണ്ണൂർ അല്ല വടകരയാണ് പുള്ളി. അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ അമ്പലത്തിൻ്റെ അഭിനയിക്കുന്ന ഞാൻ തോന്നൂല, ഞാനിവിടെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഉള്ളത് എന്താന്ന് പുള്ളി സംസാരിക്കാറ്. എല്ലാ ദിവസവും കാണുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നോട്. ഇതെങ്ങനെയായിരുന്നു ഒരു പ്ലേസ് കണ്ടെത്തിയത്? കൊച്ചിയിലല്ലേ സെറ്റ് ഇട്ടത്? കൊച്ചിയിൽ എവിടെയാണ് സെറ്റ് ഇട്ടത്? നമ്മൾ കളമശ്ശേരിയാണ് ചെയ്തത്. കളമശ്ശേരി FICTൻ്റെ നമ്മളെ മെട്രോ ഉണ്ടല്ലോ, മെട്രോൻ്റെ ഇത് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് അവർ ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അവർ സെറ്റ് ചെയ്തെടുത്ത സ്ഥലമാണ്. അപ്പോൾ അതിലൂടെ റോഡുണ്ട്, നടുക്ക് കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കുഴിക്കാനൊന്നും പറ്റില്ല, അത്രയും ഹാർഡായിട്ട് ചെയ്തിരിക്കുകയാണ് പല സ്ഥലങ്ങളും. അപ്പോൾ ഈ വിളക്കൊക്കെ ഞാൻ നിർത്തുക എന്ന് പറയുന്നത് ആ കോൺക്രീറ്റ് കുഴിച്ചിട്ട്, കാരണം അതിൻ്റെ സെൻറ്ററാണ് നമ്മൾ അമ്പലത്തിൻ്റെ സെൻറ്ററായിട്ട് കണ്ടിട്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര ടാസ്ക് വർക്കായിരുന്നു. ഇതിപ്പം എത്ര ദിവസം വേണ്ടി വന്നു? അത് ഇത്ര ദിവസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ചെയ്തെടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അത്രയും ഞാൻ 60 ദിവസത്തോളം അവരോട് ആദ്യം കമ്പനിയിൽ പറഞ്ഞു, എനിക്ക് ഇത്രയെങ്കിലും ദിവസം വേണം, എന്നാലതൊന്ന് സമാധാനത്തിൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു സമയമുണ്ടല്ലോ നമുക്ക്, രാവിലെ നമ്മളെ സിനിമാ സമയം എന്ന് പറഞ്ഞാൽ ഒരു 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അല്ലെങ്കിൽ 9 മണി വരെ, അതാണ് നമ്മളൊരു സമയം. ആ ഒരു സമയം ക്രമം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 60 ദിവസം ചെയ്താൽ തീരും എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഇടയിൽ വല്ല മഴയോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാവില്ല എന്ന് വെച്ചിട്ട് അത്രയും സമയം ചോദിച്ചത്. അപ്പോൾ എനിക്ക് തന്നത് 45 ദിവസമേ തന്നുള്ളൂ. ഈ 45 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ആദ്യം കണ്ടെത്തിയത് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അവിടെ ചെറിയ സ്ഥലം പ്രോബ്ലം ആക്കി അവിടെ നിന്നൊക്കെ കെട്ടിപ്പെറുക്കി വീണ്ടും സ്ഥലം അന്വേഷിക്കലും പിന്നെ ആ സമയത്ത് തന്നെ അന്വേഷിക്കാതെ 8 ദിവസം കൊണ്ട് അവിടെ പരിപാടി സെറ്റ് ചെയ്തു. 8 ദിവസം പണിയെടുത്തു. പിന്നെ 9ാമത്തെ ദിവസം ഈ പ്രോബ്ലം വരുന്നത്. അപ്പോൾ 9ാമത്തെ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി കറങ്ങി 10ാമത്തെ ദിവസം വീണ്ടും ആ സാധനങ്ങളൊക്കെ കളമശ്ശേരിയിൽ എത്തിച്ചു. അത് കിട്ടിയത് ഒരു ഭാഗ്യം. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴൊന്നും നടക്കും തോന്നില്ല. ഇത് നിർമ്മിക്കുന്നതില് ഏറ്റവും ടഫായി തോന്നിയത്, കുറെ കഷ്ടപ്പെട്ടതും ഏത് ഭാഗം നിർമ്മിക്കുമ്പോഴായിരുന്നു? എനിക്ക് തോന്നുന്നു എല്ലാ ഭാഗങ്ങളും കഷ്ടപ്പാട് തന്നെയാണ്. കാരണം ഇതിൻ്റെ മുകളിലത്തെ നിലയൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ക്രെയിനും അതൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം അതിൻ്റെ നെറ്റും ബോൾട്ടൊക്കെ വെൽഡിങ് ചെയ്തിട്ടും അത് ഉറപ്പിക്കാൻ. അതൊക്കെ വലിയ ക്രെയിൻ, ആദ്യം ഒരു ക്രെയിൻ കൊണ്ടുവന്നു, അത് പറ്റാണ്ടായിട്ട് അതിനേക്കാളും വലിയ ക്രെയിൻ കൊണ്ടുവന്നു, അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ മെയിൻ പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്പലത്തിൻ്റെ ഫ്രണ്ടേജ് തന്നെയായിരുന്നു. അതിലാണ് ഡീറ്റെയിൽ കൂടുതൽ വരുന്നത്. അതിൻ്റെ തൂണ്, വാതില്, ഡോറിലൊക്കെ നമുക്ക് ദശാവതാരമാണ് കൊത്തി വെച്ചിരിക്കുന്നത്. അതൊന്നും ആർക്കും അറിയില്ല. ചിലപ്പോൾ നമ്മൾ അവിടെ പോയി നോക്കി ഫോട്ടോ, അമ്പലത്തിൻ്റെ നട എപ്പോഴും തുറന്നു വെച്ചിരിക്കുകയല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുക്കാൻ പറ്റില്ല. അവസാനം അമ്പലം രാത്രിക്ക് 1 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടച്ചിട്ട് കാണുമല്ലോ ആ ഫ്രണ്ട് ഡോറ്. അങ്ങനെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നിട്ടാണ് അതിൻ്റെ ഡോറൊക്കെ ചെയ്തിട്ടുള്ളത്. അത് കുറെ കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കുന്ന നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതെ ഉണ്ട്, ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. നമ്മൾ ആ സമയത്ത് എനിക്കൊന്ന് ഞാൻ ഫോട്ടോ എടുക്കാൻ പോയ സമയത്ത് എന്തോ ഏകാദശി പരിപാടിയൊക്കെ, അപ്പോൾ ആൾക്കാർ പിന്നെ പ്രൊട്ടക്ഷൻ കൂടുതലാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഓരോന്നിനും ഡീറ്റെയിലേക്ക് പോയി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് മുഴുവൻ സാധനങ്ങളും ഈ സെറ്റിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഗുരുവായൂർ എന്തെങ്കിലും ഒക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ആ ക്ലൈമാക്സിന് വേണ്ടിയിട്ട്? ക്ലൈമാക്സിന് വേണ്ടിയിട്ട് ഗുരുവായൂർ ഒന്നും ചെയ്തിട്ടില്ല. അതിലാകെ എനിക്ക് തോന്നുന്നത് ചെറിയൊരു പോർഷൻ എടുത്തിരിക്കുന്നത് നമ്മളെ മാഷ് ഫോൺ ചെയ്യുന്ന ഒരു സീനുണ്ട്, ആദ്യം ഗൾഫിലേക്ക് വിളിക്കുന്നതല്ലേ, അപ്പോൾ അത് മാത്രം ഒന്ന് നമ്മൾ ജസ്റ്റ് എടുത്തതുണ്ട്. ബാക്കിയെല്ലാം ഇത് സെറ്റിൽ തന്നെ. അതാണ് പൃഥ്വിരാജ് പറഞ്ഞത്, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ടില്ല, അത് ഷൂട്ടിന് വേണ്ടിയിട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞത് ഫുള്ള് ഇവിടെ തന്നെ ആയതുകൊണ്ടാണ്. അതെ, സെറ്റിൽ തന്നെ ആയിരിക്കും. അതുപോലെ ഈ ആർട്ടിസ്റ്റുകൾ ഉള്ളൊരു ഒപ്പീനിയൻ എങ്ങനെയായിരുന്നു? ഇപ്പൊ നമ്മൾ പുറത്തു നിന്നുള്ളവരുടെ ഒപ്പീനിയൻ ഒക്കെ കണ്ടു, ഈ അഭിനയിക്കാൻ എത്തിയ ആർട്ടിസ്റ്റുകൾ ഈ ഗുരുവായൂർ അമ്പലം കണ്ട് എന്താണ് ഒപ്പീനിയൻ പറഞ്ഞത്? എല്ലാവരും നല്ല അഭിപ്രായമാണ്. പല ആൾക്കാരും വേറെ ഒരു ഡെക്കറേഷനിലേക്കൊക്കെ ഇപ്പം ജഗദീഷ് ചേട്ടനായാലും ആരൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് അമ്പലം കാണും, ഇതൊക്കെയാണ് സെറ്റ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ അന്നേരം നമുക്ക് മനസ്സിലായത് നല്ലൊരു അഭിപ്രായം തരുന്നുണ്ട്. അപ്പോൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് എത്രമാത്രം
ആൾക്കാരെ ഇത് കിട്ടുമെന്ന് അറിയാലോ. ഇപ്പൊ ആൾക്കാർ പറയുന്ന ഒരു അഭിപ്രായം എന്താണ്? കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഡ്രോൺ ക്ലൈമാക്സിൽ അവിടേക്ക് പറത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഞങ്ങള് ഉണ്ടാക്കിയതാ. ഡ്രോൺ ഉണ്ടാക്കിയതാണ്. അതില് ഡ്രോൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഡ്രോണ് അടിയിൽ നിന്ന് കറങ്ങുമ്പോൾ മുകളിൽ ഡ്രോൺ വെച്ച് വേറൊരു ഡ്രോൺ വന്നിട്ടാണ് ആ ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അടിയിൽ കറങ്ങുന്ന ഡ്രോൺ ഞങ്ങൾ ഉണ്ടാക്കിയതാ. കാരണം അതിന്റെ 2 ഡ്രോൺ ഒരേ പൊസിഷനിൽ കിട്ടൂലല്ലോ. അപ്പൊ അതിനെ കമ്പിയിൽ കെട്ടിയിട്ട് ചരടിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കറങ്ങും, മോട്ടോർ വെച്ച് കറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടാണ് ആ ഡ്രോൺ പോകുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ താലി എടുക്കുന്ന ഡ്രോണോ? അതെ, അതാണ് ഉണ്ടാക്കിയത്. അതായിരുന്നല്ലോ അതില് ഒരു മെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് അത് ബേസിലോട്ട് പോകുന്നതൊക്കെ നമ്മൾ ഒറിജിനലിൽ തന്നെ ചെയ്തു. ഈ താഴെ നിന്നുള്ള വ്യൂ, ടോപ്പ് വ്യൂ ഒക്കെ എടുക്കുമ്പോൾ ഈ കയറിൽ കെട്ടിയിട്ടെടുത്തു. ഇത് ആളുകൾ പിടിക്കാൻ പോകുമ്പോൾ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ. അതുപോലെ ഈ ഫാലിമി ചേട്ടൻ്റെ പടമായിരുന്നു. അതിലും ഇതുപോലെ എന്തെങ്കിലും ട്രിക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ? മുഴുവനും വാരണാസി തന്നെ ആയിരുന്നോ? അല്ല, വാരണാസിയിലല്ല. അതില് ഞാൻ ഈ ജഗദീഷ് ചേട്ടൻ്റെ ഒരു മുട്ടയടിക്കുന്നൊരു ഇതുണ്ട്. അപ്പം അത് വാരണാസി കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. കാരണം പുള്ളി മുട്ടയടിച്ച് കഴിഞ്ഞാൽ പിന്നെ മുടി വളരെ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ പിന്നെ അതുവരെ നമ്മൾ ഹോൾഡ് ചെയ്യണം. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗുണ്ടൽപേട്ടിൽ പോയിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അവിടെ അതെ, ഗുണ്ടൽപേട്ടിൽ ഒരു പുഴയുടെ കരയിൽ കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ കാശി ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. അത് കണ്ടിട്ട് മഞ്ജു ചേച്ചി നല്ല അഭിപ്രായമായിരുന്നു. ഫ്രെയിമിൽ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല, എനിക്ക് തോന്നുന്നില്ല, ഇല്ലേ? അത് നമ്മള് ആ പൂക്കളൊക്കെ വെച്ച് മൊത്തം അങ്ങനെ സെറ്റ് ചെയ്തതാ അവിടെ. അതുപോലെ അവർ ഈ പോകുന്ന വാഹനമൊക്കെ ആ ഒരു ക്രിയേഷൻ ആയിരുന്നോ? അത് ഞങ്ങൾ ഇവിടുന്ന് ഒരു സ്കൂൾ വാന് വാങ്ങിയതാ, ഒരു വിങ്ങർ. അപ്പൊ അതിനെ ഓൾട്രേഷൻ ചെയ്തതാണ്. കൊണ്ട് അതിന്റെ സീറ്റൊക്കെ അഴിച്ചു മാറ്റി ഇവർക്ക് ഇരിക്കാൻ. വിങ്ങറിന്റെ സീറ്റ് അങ്ങനെ നല്ല അതിൻ്റെ ഉള്ളിൽ നമ്മൾ വേറെ ഒരു സീറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് അതിനെ കുറച്ച് ആക്കിയിട്ട് മാറ്റി. കുളിക്കാതെ വെക്കുന്ന ചില സെറ്റുകളൊക്കെ ഉണ്ടാവില്ലേ, നിലനിർത്തുമല്ലോ അങ്ങനെ ചില സെറ്റുകളൊക്കെ. അതുപോലെ ഇതും നിലനിർത്താമായിരുന്നല്ലോ. അതെ, അങ്ങനെ ആദ്യം പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പെരുമ്പാവൂരുള്ള സ്ഥലം നമുക്ക് ഓക്കെ ആയിരുന്നു. അവരോട് നമുക്ക് ഇത് എല്ലാം കൊണ്ടും ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആൾക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ കാണാനുള്ള ഒരു സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കായിരുന്നു ഷൂട്ട് കഴിഞ്ഞാലും. പക്ഷെ അത് നടന്നില്ല. പിന്നെ നമുക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് അത്ര മാത്രം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അത് ഒരു വേറെ പ്രൊജക്റ്റും അല്ലെങ്കിൽ ഇതുപോലെ വേറെ സിനിമയുടെ പരിപാടികളൊക്കെ വരികയാണെങ്കിലും അവർക്കത് കൊടുക്കേണ്ടത് കൊണ്ട് നമ്മൾ 2 മാസത്തേക്കാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ എന്തെങ്കിലും പാച്ച് വർക്കോ വല്ലതും ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീണ്ടും കുറച്ച് ദിവസം ഹോൾഡ് ചെയ്തു, 2-3 മാസം. അപ്പോൾ അത് വേണ്ടി വന്നില്ല, പൊളിച്ചു വരുന്നു. ഇപ്പോൾ മാലാ പാർവതിയുടെ ഒരു ഇന്റർവ്യൂ ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മാലാ പാർവതി പറയുന്നുണ്ടായിരുന്നു ഈ ആർട്ട് വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ കേരളത്തിലെ ആർട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, മലയാള സിനിമയിൽ ആർട്ട് വർക്ക് ചെയ്യുന്നവർ, അവരോട് ഐസ് കട്ടേ പെയിന്റ് അടിക്കാൻ പറഞ്ഞാൽ അവരത് പെയിന്റ് അടിച്ച് കാണിച്ചു തരും എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും അത്തരത്തിലുള്ള ആളുകൾ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സിനിമ കുറച്ചുകൂടി ഈ സിനിമയെ ആളുകൾ കാണുന്നത് കുറച്ചുകൂടി മാറിയതുകൊണ്ടായിരിക്കും ആളുകൾ ഇത്തരം സാധനങ്ങൾ ചെയ്തവരെയും കൂടി അംഗീകരിക്കുക, അവരെ തിരഞ്ഞു പോവുക, അവരെ അംഗീകരിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുക, ഇതാ ഇങ്ങനെയുണ്ട്, ഇവർക്ക് അഭിനന്ദനങ്ങൾ നൽകണം എന്ന് പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭത്തിലേക്ക് മാറിയില്ലേ ഇപ്പോൾ? പണ്ടത്തേനേക്കാൾ ഒരുപാട് മാറി സിനിമകൾ. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളെ ഇതുപോലെയുള്ള ക്രിയേഷനൊക്കെ കാണാൻ അവസരം ഒരുക്കുന്നതുകൊണ്ടായിരിക്കും. നമ്മളിപ്പോൾ ചെറിയ ചെറിയ പരിപാടികളായാൽ കൂടി നമ്മൾ വേഗം എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ആൾക്കാർക്ക് കാണുമ്പോൾ അതിലുള്ള ഒരു ക്യൂരിയോസിറ്റിയും പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് ആൾക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളെ മലയാളത്തിലേതായാലും ഏത് വർക്കിലെ ആയാലും ആർട്ട് വർക്കിനെ കുറിച്ച് ഇപ്പം കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാർ. ഇതിപ്പോൾ എന്തൊക്കെ കൊണ്ടായിരുന്നു ആ ഒരു ഗുരുവായൂർ അമ്പലം നിങ്ങൾ കോൺക്രീറ്റ് ആണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ വേറെ എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിൻ്റെ ഒരു ഫിനിഷിംഗ് നമ്മൾ സാധാരണ സിനിമ സെറ്റിന് നമ്മൾ ഉപയോഗിക്കാൻ അധികം നിലനിൽക്കേണ്ട അല്ലാതാണെങ്കിൽ നമ്മൾ പ്ലൈവുഡും റീപ്പറൊക്കെ വെച്ചിട്ടാണ് ചെയ്യാറ്. അത് തന്നെയാണ് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽ ഓടുകളൊക്കെ ഉണ്ടാക്കുന്നത് ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഫൈബർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. തൂണുകളൊക്കെ ഫൈബർ ആയിരുന്നു. തൂണ്, വിളക്ക്, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ മൈക്ക, ഗ്രാനൈറ്റ് വേണ്ടടുത്തൊക്കെ മൈക്കാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നുള്ളത് സിമെന്റ് കോൺക്രീറ്റ് വെച്ചിട്ടാണ് മറ്റേ പില്ലറൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അത് അത്രയും സ്ട്രോങ് വേണം, കാരണം ഇല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുണ്ട്, ഒരു വല്ല കാറ്റോ മഴയൊക്കെ വന്നു ഒന്നത് തുറസായിട്ടുള്ള ഒരു സ്ഥലമാണ്, കാറ്റ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സേഫ്റ്റി എന്ന നിലയിൽ നല്ല രീതിയിൽ ചെയ്യാം. അത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയുള്ള നീ നോക്കി ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ പ്രൊഡക്ഷൻ ഭാഗത്തുനിന്ന്. അത് നല്ല രീതിയിൽ തന്നെ ചെയ്തോ എന്നുള്ളത് അവര് പറഞ്ഞിട്ടുണ്ട്, ഉടായിപ്പൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്നുള്ളത്. അത് ഇപ്പൊ ഈ ചോദിക്കാൻ കാരണം ഈ തുറസായ ഒരു സ്ഥലത്ത് ഒരു അമ്പലം പെട്ടെന്ന് കാണുകയാണ്, ഇപ്പൊ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം, പുതിയ അമ്പലം വല്ലതും ആണോ എന്നൊക്കെ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. ആ സമയത്ത് അങ്ങനത്തെ എന്തെങ്കിലും രസകരമായ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ആൾക്കാർ. കാരണം നമ്മൾ ഒന്നാമത് കുറെ മൂടി വെച്ചിട്ടൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പല സ്ഥലങ്ങളിലും. അതെ, പിന്നെ ഗുരുവായൂർ അമ്പലമാണ് ചെയ്യുന്നത് പല ആൾക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല. കാരണം ഇത് ഷൂട്ട് തുടങ്ങിയ പിന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടെ നമ്മൾ FACTന്റെ പരിസര പ്രദേശങ്ങളിലെ ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കും ഇവരെന്താ ചെയ്യുന്നത്, സിനിമ സെറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നതെന്നുള്ളൂ. ഗുരുവായൂർ അമ്പലമാണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആയിരിക്കാൻ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുക. പുറത്തുള്ളവരെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ജയരാജ് സംവിധാനം ചെയ്ത ഓഫ് ദ പീപ്പിൾ എന്ന സിനിമയിലൂടെയാണ് ഈ ഒരു കലാരംഗത്തേക്ക് വരുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു കണ്ടെത്തൽ സംഭവിക്കുന്നത്? അതില് എൻ്റെ ഗുരു എന്ന് പറയുന്നത് പ്രദീപ് പത്മനാഭൻ എന്ന് പറഞ്ഞൊരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹവും ഞാനും കൂടി കോട്ടയത്ത് ഒരു ഡിസൈനിങ് ഷോപ്പ് തുടങ്ങുന്നുണ്ടായി. അത് ജയരാജ് സാറിൻ്റെ അനുജൻ്റെ ഒരു ഷോപ്പാണ്. അപ്പോൾ ആ പുള്ളിയുടെ അവിടെ ഞങ്ങൾ ജോലിക്ക് കയറിയതാണ്. അപ്പോൾ അങ്ങനെ ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമ നടക്കുന്നുണ്ട്. അതിൻ്റെ ആർട്ട് ഡയറക്ടർ പിന്മാറുകയും അതിലേക്ക് ഞങ്ങളെ രണ്ടാളെയും സജസ്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് സിനിമയിലേക്ക് പോകുന്നത്. ഒരു പിന്മാറ്റം കൊണ്ട് സംഭവിച്ചതാണ്. അതെ, അല്ല നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ അതായിരിക്കാം ആ ഒരു ടേൺ അങ്ങനെ വന്നത്. ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന ഈ സിനിമ സുനിൽ കുമാരൻ എന്ന ആളുടെ ഒരു ആർട്ടിസ്റ്റിന്റെ തലവര തന്നെ മാറ്റി എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയില്ലേ? തീർച്ചയായിട്ടും. അതെനിക്ക് തോന്നുന്നത് എന്നെ വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ച് ചെയ്യുമായിരുന്നു. ഞാൻ 5ാമത്തെ സിനിമയാണ് എൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നത് അമ്പലനടയിൽ. 4 സിനിമ കൊണ്ട് ചില ഗൂഗിളൊക്കെ എടുത്ത് നോക്കി ചിലപ്പോൾ എൻ്റെ 2 സിനിമയൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ 5ാമത്തെ സിനിമയിൽ തന്നെ എനിക്ക് ഇത്രയും ഒരു വലിയൊരു അവസരം ഇവർ തന്നത് ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. കാരണം ഇവർ ഫാനിമിയിലൊക്കെ വിപിൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ഫാനിമിൻ്റെ ലൊക്കേഷനിലൊക്കെ ഇവിടെ ജയ്സാൽമീറിലൊക്കെ. അപ്പം അങ്ങനെ ഒരു പരിചയമുണ്ട്. അതിൻ്റെ അസോസിയേറ്റ് ക്യാമറമാനാണ് നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിലെ മെയിൻ ക്യാമറമാൻ. അപ്പോൾ അവർ രണ്ടും കൂടി നമ്മുടെ വർക്കുകൾ കണ്ടിട്ട് ഉള്ള ഒരു പരിചയം കൊണ്ടായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക. എങ്കിലും ആ ദൗത്യം ഏൽപ്പിച്ചു അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ പ്രൊഡക്ഷൻ്റെ അവർക്ക് ആദ്യം വിശ്വാസം ഉണ്ടായില്ല. ചെയ്യോ, നിനക്ക് ആകെ 2 പടമല്ലേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ എന്നോട് ചോദിച്ചു. പിന്നെ നമ്മൾ ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻ്റ് ഉണ്ട്. അതിപ്പോൾ ഞാൻ ചെയ്തില്ലെങ്കിൽ വേറൊരാൾ ചെയ്യും. ആ ഒരു തീരുമാനത്തിൽ എന്താ ചെയ്യുക. കാരണം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 10-16 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ. അപ്പോൾ പല ആൾക്കാരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ഉണ്ട് എന്തായാലും. അപ്പോൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിൻ്റെ കൂടെ ആയ അവരുടെയൊക്കെ പടങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് നിന്നിട്ട് അസോസിയേറ്റ് ആയിട്ടും. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഇത് ഏറ്റെടുക്കാന്നുള്ളത് ആക്കിയത്. എന്നാലും ഗുരുവായൂർ അമ്പലമാണ് ചെയ്യേണ്ടതും, അതുകൊണ്ടുള്ളൊരു ടെൻഷൻ ഉണ്ടാവില്ലേ അപ്പോൾ ആദ്യം? എന്തായാലും അതുണ്ട്. പക്ഷെ എനിക്ക് വേറെ ഗുണം എന്ന് പറയുന്നത് ഞാൻ ഉള്ളതിനെ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് ഒരു ഗുണം ഉണ്ടായത്. പക്ഷെ ഉള്ളതിനെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പെർഫെക്ഷനിൽ തന്നെ ഉണ്ടാക്കണം എന്നുള്ളത് ഒരു വെല്ലുവിളി കൂടിയാണ്. മറ്റ് വേറെ എന്തെങ്കിലും ഇപ്പോൾ നമുക്കൊരു കവല ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബിൽഡിങ് കുറച്ച് വരച്ച് ഇത് ഒരു സ്കെച്ച് ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മതി. ഇങ്ങനെയാണോ കട ഉണ്ടാക്കുന്ന ആരും ചോദിക്കാൻ പോവില്ല. പക്ഷെ ഗുരുവായൂർ അമ്പലം ഉണ്ടാക്കുമ്പോൾ ആ അതിൻ്റെ തന്നെ പെർഫെക്ഷനിൽ ചെയ്യണം. അതൊരു ടാസ്ക് തന്നെയായിരുന്നു. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ സാധാരണ അതിൽ കല്യാണ മണ്ഡപങ്ങൾ 4 ഉണ്ട് അവിടെ. പക്ഷെ നമുക്ക് 1 ആവശ്യമുള്ളൂ ശരിക്കും. അപ്പോൾ നമുക്ക് 4 എന്നുള്ളത് ചുരുക്കിയിട്ട് ഞങ്ങൾ 3 ആക്കിയിട്ടുണ്ടായില്ല. ഇപ്പോൾ പക്ഷെ നമ്മൾ ആദ്യം കാണാൻ പോയപ്പോൾ 3 ഉണ്ടായുള്ളൂ. ഇപ്പാണ് അത് 4 ആയത്. എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് അടുത്തായിട്ടുള്ളൂ 4 ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ 5 ഉണ്ടാവും. കാരണം അത്രയും ഒരു ദിവസം അത്രയും കല്യാണങ്ങൾ 125 കല്യാണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ പിന്നെ ആൾക്കാരെ ഒഴിവാക്കി വിടണമെങ്കിലും മണ്ഡപങ്ങളുടെ എണ്ണം കൂട്ടേണ്ടി വരും. അതേപോലെ ഇപ്പം നമ്മൾ സിനിമയിൽ കാണിച്ച നടപ്പന്തലല്ല ഇപ്പോൾ ഉള്ളത്, മാറി. അതിന്റെ എൻട്രൻസ് മൊത്തം മാറ്റിയിട്ട് ഇപ്പം പുതിയ ഭയങ്കര കൊത്തുപണിയും പരിപാടികളൊക്കെ ഉള്ള എൻട്രൻസ് ആയി.
അപ്പോൾ ഗുരുവായൂരമ്പലം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പൊ ഈ കാണാൻ പോകുമ്പോൾ ഈ മാറ്റങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൺഫ്യൂഷൻ സൃഷ്ടിക്കില്ലേ? അതുണ്ടാവും. അത് ഏകാദശി നിങ്ങൾ മാറ്റേണ്ടി വരില്ലേ? ഇല്ല, അതിന്റെ ബേസിക്കലി അവിടെ ഉള്ള സാധനങ്ങൾ, അതായത് അവർ ഏകാദശി ആകുമ്പോൾ ചില സാധനങ്ങൾ അവരെ കൊണ്ടുവരും. അവിടെ തണ്ണീർ പന്തലുണ്ടാവും, അതുപോലെ വേറെ എന്തൊക്കെയോ സാധനം. നമ്മൾ ഏകാദശി സമയമല്ല നമ്മൾ കാണിക്കുന്നത്. അതുപോലെ സ്റ്റേജിനോടനുബന്ധിച്ചിട്ട് അത് വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് കെട്ടിയുണ്ടാക്കും ഈ ഏകാദശിയൊക്കെ വരും. അതൊക്കെ താൽക്കാലികമാണ്. പക്ഷെ ഇപ്പം നമുക്ക് ഉള്ളത് അമ്പലത്തിൽ നോക്കി കാണുന്ന സ്ഥിരം ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച് ഫോട്ടോ എടുത്തിട്ട് അതിനെ ഉണ്ടാക്കി. ഇനി വരാൻ പോകുന്ന ഒരു പ്രൊജക്ടുകൾ ഏതൊക്കെയാണ്? ഇനി ഏതൊക്കെ സിനിമ? ഇപ്പോൾ ഇനി ഇറങ്ങാൻ പോകുന്നത് 24-ാം തീയതി, മറ്റന്നാൾ ഇറങ്ങാൻ പോകുന്നത് മന്ദാകിനി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഗുണ്ടജയന്റെ ഡയറക്ടറുടെ പടം, അതിപ്പോൾ ഒരു 20 ദിവസം കൂടി ഷൂട്ടുണ്ട്. അപ്പം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ആശംസകൾ നേരുകയാണ്. കൈ നിറയെ സിനിമകൾ ഉണ്ടാവട്ടെ. കാരണം ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ കണ്ട് ആളുകൾ എല്ലാവരും ചേട്ടനെ അഭിനന്ദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. ചേട്ടനെ തിരയുന്നുണ്ട് ആളുകൾ. കണ്ണൂർ സ്വദേശി കൂടിയാണ്. അതെ. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്.